അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനയോട് അജ്മൽ സാർ പറഞ്ഞ ആ ഒരു വാക്കുകൾ, മുഹ്സിന, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് കേൾക്കോ? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. സാർ, അങ്ങ് എന്താണ് പറയുന്നത്? മുഹ്സിന, ഒരിക്കലും നിനക്കതൊരു നെഗറ്റീവായിരിക്കില്ല. നീ എന്തൊക്കെ തന്നെയാലും എല്ലാവരുടെയും ഇടയിൽ നീ നാണം കെട്ടു അല്ലേ? എൻ്റെ ഒരു കാര്യം കൊണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം വെറുത്തു. ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഒരു കാര്യം, അത് പറഞ്ഞാൽ നിനക്ക് സമ്മതമാവുമോ? സാർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദയവായി അനാവശ്യമായ രീതിയിൽ എന്നോടൊന്നും പറയരുത്. എനിക്കത് ഇഷ്ടമല്ല കേൾക്കുന്നത്. ദയവായി അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് വിളിക്കരുത്. അത് മുഹ്സിന, ഞാൻ പറയുന്ന ഈ ഒരു കാര്യം കേൾക്കാൻ നീ ഒന്ന് മനസ്സ് വെക്കണം. എന്തൊക്കെ തന്നെയാലും നാണം കെട്ടുപോയി. എല്ലാവരുടെയും ഇടയിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. എല്ലാം ഞാൻ സഹിക്കാം. പക്ഷേ നിൻ്റെ ഭാവി അതെൻ്റെ കൈകളിലാണ്. അത് ഞാൻ സുരക്ഷിതമാക്കുവാൻ വേണ്ടി ശ്രമിക്കും. എന്താ നിൻ്റെ അഭിപ്രായം? ഞാൻ നിന്നോടത് പറയട്ടെ? മുഹ്സിനയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ അങ്ങനെ കടന്നുകൂടിക്കൊണ്ടിരുന്നു. അവൾക്ക് താൻ എന്തൊക്കെയോ വലിയ തെറ്റിലേക്ക് വീണ്ടും അകപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നി തുടങ്ങി. സാർ, നിങ്ങളെ ഞാൻ ഒരു സാറിൻ്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ, അത്രക്കും ബഹുമാനിച്ചുകൊണ്ട്. നിങ്ങൾ ഈ രീതിയിലുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ തികച്ചും നിങ്ങൾക്ക് 0 വിലയായിരിക്കും ഉണ്ടാവുക. മുംതാസ്, ഞാൻ പറയുന്നത് നീ കേട്ടില്ലല്ലോ. ഞാനത് പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ദയവായി ഇങ്ങനെയുള്ള വാക്കുമായി എൻ്റെ അടുക്കലേക്ക് വരരുത്. സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അയാൾ വീണ്ടും ഫോണിലേക്ക് ബെല്ലടിച്ചു. അവൾ വേറെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം വീണ്ടും വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. പകരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു. അവിടെ മാറ്റിവെച്ചു. വേണ്ട, ഒന്നും വേണ്ട. സമാധാനം നഷ്ടപ്പെട്ടതാണ്. ഇനി വേണ്ട. അജ്മൽ സാർ വീണ്ടും വിളിച്ചു. പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അയാൾ വളരെയധികം സങ്കടപ്പെട്ടു. റബ്ബേ, എൻ്റെ കാരണത്താലെ ഒരു പെണ്ണ് വളരെയധികം വിഷമിച്ചു. ഒരു പെണ്ണിൻ്റെ കണ്ണീര് എനിക്ക് തട്ടിപ്പോയി. പെണ്ണിൻ്റെ കണ്ണീര് തട്ടിയാൽ അതൊരിക്കലും വലിയൊരു നേട്ടമുണ്ടാവില്ല. അത് വലിയൊരു ശാപമായി മാറും. അതെ, ഒരു പെണ്ണിനെ നമ്മൾ കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളെ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ്. അവരെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഒരു സ്ത്രീയെയും ഞാൻ അപമാനിച്ചിട്ടില്ല. പക്ഷേ എൻ്റേതല്ലാത്ത കാരണത്താൽ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ആരോ ഇതിൻ്റെ പിന്നിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ട്യൂഷൻ സെൻറ്ററിൻ്റെ വളർച്ച അത് വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ തന്നോട് പറഞ്ഞിരുന്നു, അജ്മൽ സാറേ, നിങ്ങൾ ലക്കാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് നിങ്ങളത് ക്ലിക്കായത്. ഞാൻ 2-3 ട്യൂഷൻ സെൻറ്ററുകൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അതൊന്നും ക്ലിക്കാകുന്നില്ല. അതിലൊന്നും ആരും വരുന്നുമില്ല. പിന്നെ അതിൽ പഠിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും വലിയ വിജയശതമാനം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പലരും നിങ്ങളെ ട്യൂഷൻ സെൻറ്ററിലേക്ക് തന്നെ ഒഴിഞ്ഞു വരികയും ചെയ്തു. സാറേ, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? നിങ്ങളെന്തായാലും ക്ലിക്കായി, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എടാ, അതൊക്കെ പഠിച്ചവൻ്റെ വിധിയാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോട് ചെയ്യുക. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ജയിക്കണം, വിന്നേഴ്സ് ആവണം, ഫുൾ A+ വാങ്ങിക്കൊടുക്കണം, ഉയർന്ന ഗ്രേഡ് വാങ്ങിക്കൊടുക്കണം എന്ന ചിന്താഗതിയോട് കൂടി നമ്മൾ പഠിപ്പിക്കണം. എനിക്ക് എൻ്റെ സ്റ്റാഫും ടീച്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാലും ഞാൻ ഒന്നുകൂടി മക്കൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ മക്കളല്ലേ, നമ്മൾ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുക്കേണ്ടത്. നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ ഫീസ് തന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളത് അവർക്ക് കൊടുക്കണം. മാക്സിമം ഞാൻ എത്രയോ ദിവസങ്ങളിൽ ഉറക്കൊഴിച്ച് മക്കളുടെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതായത് അവർ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ച് വിളിക്കും. ഞാൻ പറഞ്ഞു, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടേ വിടാറുള്ളൂ ഏതൊരു എക്സാമിനും. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഏതൊരു കുട്ടികളും നല്ല ഉയർന്ന നിലവാരത്തിലെത്തും. നമ്മുടെ ലക്ഷ്യം അതാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ ഭാവിയാണ് നമ്മുടെ ലക്ഷ്യം. അത് ആക്റ്റീവ് ആക്കുക എന്നുള്ള രീതി. അതിന് വേണ്ടിയിട്ടല്ലേ നീ അങ്ങനെ ചെയ്ത് നോക്കടാ. ഒന്നുകൂടി ട്രൈ ചെയ്യും. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അതെല്ലാം സാർ ഓർത്തു. അജ്മൽ സാർ തൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ടിപ്സുകൾ അതെല്ലാം ഓർത്തു. എല്ലാത്തിലും അവന് പരാജയമായിരുന്നു.
പല രീതിയിലും ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നപ്പോൾ അവന് വേണ്ടി ഞാൻ കൊടുത്തു. പക്ഷേ എന്താണെന്നറിയില്ല, മൊത്തത്തിൽ എൻ്റെ എല്ലാം സാരമില്ല, എല്ലാം വിധിയായിരിക്കും. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഓരോന്ന് പറഞ്ഞു നടന്ന് എല്ലാ കുട്ടികളെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആ ഒരു സ്ഥാപനം പൂട്ടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കുഴപ്പമില്ല, ഞാനല്ലേ, എന്ത് ചെയ്യാം, അള്ളാഹു നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. പിന്നെ എൻ്റെ സ്കൂൾ, എനിക്ക് സാലറി പോരാഞ്ഞിട്ടോ ഒന്നുകൊണ്ടുമില്ല. എനിക്ക് മക്കളെ ആക്റ്റീവാക്കി എടുക്കണം, എല്ലാവരും പഠിക്കണം, ഉയർന്ന നിലയിലെത്തണം, ആ ഒരു ചിന്താഗതി കൂടിയാണ്. പിന്നെ ലൈഫിൽ സെറ്റാകുക എന്ന് പറഞ്ഞാലും അതൊരു നല്ല കാര്യം തന്നെയല്ലേ. എല്ലാം നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിധിച്ചതായിരിക്കും ഇതൊക്കെ, നോ പ്രോബ്ലം. ആ മുഹ്സിന, അവളെ ഞാൻ രക്ഷപ്പെടുത്തുവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഒരിക്കലും അവളെ ഞാൻ ബുദ്ധിമുട്ടാക്കുകയോ അനാവശ്യമായി അവളോടൊന്നും പറയുകയോ ചെയ്തിട്ടില്ല. അല്ലാ, എല്ലാം നിനക്കറിയാലോ. ആരൊക്കെ തന്നെ എന്നെ തള്ളി പറഞ്ഞാലും എൻ്റെ കൂടെ റബ്ബുണ്ട്. എനിക്കറിയാം എല്ലാം. എന്തൊക്കെ തന്നെയായാലും അവളെ ഉപദ്രവിച്ചവരെ, അവളെ വിഷമിപ്പിച്ചവരെ, അവരെല്ലാം ശിക്ഷ അനുഭവിക്കണം. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴതാ അവൻ്റെ ഉമ്മ അത് ലോക്കപ്പിലാണെന്ന് തോന്നുന്നു. ഇനി തുറന്നു വിട്ടോ എന്തോ അറിയില്ല. നജീബ് സാറോട് ഒന്ന് വിളിച്ചു ചോദിക്കണം. പിന്നെ അവളുടെ ഭർത്താവിനെ ഉപദ്രവിച്ച കുറച്ച് ടീംസ് ഉണ്ട്. ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ ആ ചെക്കനെ തല്ലി ചതിച്ച കുറേ എണ്ണമുണ്ട്. അവരെയും വെറുതെ വിടാൻ പാടില്ല. എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് അജ്മൽ സാർ ആഗ്രഹിക്കുന്നത്. അല്ലാ, പെട്ടെന്ന് അതാ അജ്മൽ സാർ തൻ്റെ കൂട്ടുകാരനായ നജീബ് സാറിനെ വിളിക്കുന്നു. ഹലോ നജീബ്, എവിടെ? ആ, ഞാനിവിടെ ഉണ്ടടാ. എന്തൊക്കെയുണ്ട്? പിന്നെ നല്ല സൈസാണ് കേട്ടോ, സത്യം പറയാനേ എത്ര തന്നെ പരീക്ഷയിട്ടും കഴിയണില്ല. ഇതൊക്കെ മോനെ വലിയ ജയിലിൽ കൊണ്ടുപോകേണ്ട കേസാണ്. എന്തൊക്കെയാണ് ഒരു പെണ്ണൊക്കെ ഇത്രമാത്രം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയും ഇത് മറ്റുള്ളവർ ചെയ്യും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്താടാ, എത്രയായിട്ടും സത്യം പറയുന്നില്ല എന്ന് മാത്രമല്ല, എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഇപ്പോഴും മകനെ കാണണം, മകനെ സത്യം പറയും എന്നൊക്കെയോ അവരൊന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഏതാണ് ഈ മകന്? മകനൊന്നേ ഉള്ളൂടാ, അതിൻ്റെ പേരാണ് സിനാന്. അവനെയൊക്കെ എന്നോ അവർ അടിച്ച് പുറത്താക്കിയില്ലേ. അതൊന്നും കുഴപ്പമില്ല, അവരൊന്നും വിളിച്ചാൽ തിരികെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മകളെയും മകനെയും വേർപിരിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് അവർ നിൽക്കുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കളിയൊക്കെ കളിച്ചതും. എന്തായാലും എടാ, പിന്നെ കേസ് എന്തായി? എന്താകാം, വീട്ടിൽ റൈഡ് നടത്താൻ വേണ്ടി ആളെ വിടണം നാളെ ഒന്നുകൂടെ. പിന്നെ അവിടെ ഒരു പെണ്ണുണ്ട് മരുമകളെന്ന് പറഞ്ഞ്, അവളെ ക്വസ്റ്റ്യൻ ചെയ്താൽ എടാ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെ അവരോട് തന്നെ മാക്സിമം ചോദിക്കുക. സത്യങ്ങളെല്ലാം അവർക്ക് നന്നായിട്ടറിയാം. ഒറ്റ ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. എല്ലാം നല്ല രീതിയിൽ ചോദിക്കണം. അതാണ് വേണ്ടത്. എടാ, നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, ആ കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങൾക്കും അതൊരു പാഠമായിരിക്കും. അവർക്ക് കഷ്ടപ്പെടുത്തിയവർക്കൊക്കെ എന്തൊക്കെ തന്നെയായാലും മാപ്പർഹിക്കാത്ത കുറ്റങ്ങളാണ് അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. ഭയങ്കര സാധനം കേട്ടോ. തലങ്ങും വിലങ്ങും പോലീസുകാരോട് വരെ എതിർക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരം. പിറ്റേ ദിവസം അതാ സ്റ്റേഷനിൽ നിന്ന് റൈഡിന് വേണ്ടി വീണ്ടും അതാ റഷീദ് ഉമ്മയുടെ വീട്ടിലേക്ക്. അതേ, നിങ്ങൾ ഈ സത്യം പറയുവോളം ഞങ്ങൾ അവിടെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ അവിടെ ഫുള്ള് കിളച്ച് മറിച്ച് പരിശോധിക്കും. വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഇത്രയ്ക്ക് ഈ ഒരു ഗോൾഡ് നിങ്ങൾ വെണ്ണൂറിലാണ് കുഴിച്ചിട്ടതെങ്കിൽ ശരിക്കും ഒറിജിനൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇൻ്റർലോക്ക് ഇളക്കിയിട്ടെങ്കിലും ഞങ്ങൾ നോക്കിയിരിക്കും. പഠിച്ചോനെ, നിങ്ങൾ അങ്ങനൊന്നും ചെയ്യല്ലിട്ടോ. ഇനി അതൊക്കെ വെക്കാൻ കുറേ പണിയാണ്. ഹേയ്, സത്യം പറയണേ, എവിടെയാണെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങളോട് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ. എൻ്റെ വീട് നിങ്ങൾ പൊളിക്കാൻ നിൽക്കല്ലിട്ടോ, ഞാൻ നിങ്ങൾക്കെതിരെ വേറെ കേസ് കൊടുക്കും. സ്റ്റേഷൻ എന്നാണ് നിങ്ങളുടെ ഈ ന്യായീകരണം. അങ്ങനെ അത് വീണ്ടും പോലീസുകാർ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ആ വീട്ടിൽ അപ്പോൾ ഷാഹിന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവളാകെ പേടിച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് നിന്ന് ഒരു കുട്ടിയെ അവൾ പേടിക്ക് വിളിച്ചിരുന്നു. പക്ഷേ അവൾക്കും പേടിയായതുകൊണ്ട് തന്നെ ഷാഹിന തീരുമാനിച്ചിരുന്നു, ഇനി ഇവിടെ നിന്നാൽ ശരിയായില്ല. അങ്ങനെ ആ ദിവസം അവൾ പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവൾ ബാഗും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതാ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അല്ല, ആരാ? അല്ലെങ്കിൽ ഈ വലിയ വീട്ടിൽ നിൽക്കാൻ പേടി ഒറ്റയ്ക്ക്. ഇത്രയും വലിയ വീടും ഒരാൾക്കാരുമില്ല.
എല്ലാത്തിനും പറഞ്ഞയച്ചു. ലാസ്റ്റ് മനി പിടിച്ചു കൊണ്ടുപോയി. ആ ഒരു അവസ്ഥയായി. എന്തിനാണ് ആവശ്യമില്ലാത്തൊരു പരിപാടിക്കൊക്കെ നിന്നത്? ഇപ്പം കണ്ടില്ലേ? അവൾ വാതിൽ തുറന്നപ്പോൾ മറ്റാരുമായിരുന്നില്ല, പതിവ് പോലെ പോലീസുകാർ. അതെ, നിങ്ങളുടെ വീട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ. ഞാൻ ഇന്ന് മുതൽ ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? എനിക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ മരുമകൾ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്കാണ് എന്നെ മരുമകൾ എന്ന രീതിയിൽ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് എന്ന പേരിൽ കൊണ്ടുവന്നത്. ഒരിക്കലും ഞാൻ ഇവിടുത്തെ മരുമകളല്ല. അതെനിക്കറിയാം. എനിക്കൊരു കുഞ്ഞുണ്ട്, എൻ്റെ ഫാമിലി വേറെയാണ്. ഞാനിവിടെ താൽക്കാലികമായി ഒന്ന് അഭിനയിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പോവുകയാണ്. ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകും. അവർ വീടാകെ അതാ ചികഞ്ഞന്വേഷിക്കുന്നു. എല്ലായിടത്തും അവർ നോക്കുന്നുണ്ട്. കിട്ടുന്നില്ല. എന്നാൽ ഷാഹിന നേരത്തെ ഒരു പോലീസുകാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് പറയാനായിട്ടാണോ എന്തോ ഇനി വേറെന്തെങ്കിലും ചെക്കിങ്ങിനാണോ അറിയുന്നില്ല. അവർ വന്ന് അവിടെ ആകെ ശരിക്കും വലിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അലമാരകളും എല്ലാം. എന്താ സെറ്റപ്പ് വീടല്ലേ, വീടും കാര്യങ്ങളും ഫുള്ള് അടിപൊളി. പണിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ക്യാഷ് മുടക്കി ഉണ്ടാക്കിയതാണിത്. എന്തിനാണ് ഇത്രയ്ക്ക് ഉണ്ടായിട്ട് ഇവർ വേണ്ടാത്ത പ്രവർത്തിക്കൊക്കെ നിൽക്കുന്നത്? അതെ, വിളിക്കുമ്പോൾ നീ സ്റ്റേഷനിൽ ഹാജരാവണം കേട്ടോ. ഹാജരാവില്ലേ? വരാം സാർ. അങ്ങനെ അവൾ മടുത്തുപോയി ഇവിടെയുള്ള ആ ഒരു ജീവിതം. ആ തള്ള കാട്ടിക്കൂട്ടിയത് കൊണ്ട് ഒരു സമാധാനം സുഖവുമില്ല. തള്ള ലോക്കപ്പിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ടാവും. സത്യം പറയിപ്പിച്ച് അവർ നിൽക്കുകയുള്ളൂ. ശരിക്കും പറയാതിരുന്നാൽ മതിയായിരുന്നു, കുറച്ച് അനുഭവിക്കണമായിരുന്നു. എന്തായാലും ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. സത്യങ്ങളെല്ലാം മണിമണിയായി അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നവരെ അവരവിടെ തന്നെ കിടക്കട്ടെ, ഷാഹിനും വിചാരിക്കുന്നു. എന്നാൽ ഈ സമയം സ്റ്റേഷനിൽ എൻ്റെ മോനൊന്ന് വിളിച്ചു തരും നിങ്ങൾ. ഏത് മോനെ? ഏത് മോനടി? എനിക്ക് എൻ്റെ സിനാൻ എന്ന പേരുള്ള എൻ്റെ മോനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഓനാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അവൻ രക്ഷപ്പെടുത്താനായിരിക്കില്ലേ അവൻ വിളിക്കുന്നത്? അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മൊത്തത്തിൽ കേസ് ഇതാണ് സംഭവം. അല്ല, നിങ്ങളാണോ അവനെ ഇറക്കി വിട്ടത് വീട്ടിൽ നിന്ന്? ഞാനോ? ഞാനങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോഴും അതാ വാ തുറന്നാൽ കളവ് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നേരത്തെ രക്ഷപ്പെടാമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടില്ല. പറയടി. വനിതാ പോലീസുമാർ ശരിക്കും റഷീദ് ഉമ്മയെ പെരുമാറുന്നുണ്ട്, തലങ്ങും വിലങ്ങും. എനിക്കൊന്നും വേണ്ടേ, നിങ്ങളിൽ നിന്ന് കാട്ടാൻ ഞാൻ മതി. നിങ്ങൾ എന്തിനാ നിങ്ങൾ തല്ലിക്കൊല്ലാൻ നിൽക്കണമെന്ന് കൊന്നോടെന്നാലേ എൻ്റെ മോനങ്ങളൊന്ന് വിളിച്ചു തരും എനിക്ക്. അവർ ഒരു ഭ്രാന്തിയെ പോലെ അതാ ഹട്ടഹസിക്കുന്നു. അതെ, ഭ്രാന്തിയായി അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വിടില്ല. എന്തൊക്കെയാണ്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കുട്ടികളോട്? അങ്ങനെ ഗർഭം പോകാൻ വേണ്ടി ഗുളിക കൊടുക്കാൻ പാടുണ്ടോ? പറയണം. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? മക്കളെയും ഭർത്താവിനെയും ചീത്ത പറഞ്ഞ് പുറത്തേക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള കറക്റ്റ് എന്നിട്ട് ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുക അല്ലേ മരുമകനെ? അതൊക്കെ നിങ്ങൾ ചെയ്യിപ്പിച്ച പണിയല്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെങ്ങനെ? അത്രക്കും അവശനിലയിൽ ഒരാളെ തല്ലിച്ചതച്ച് നടുറോട്ടിൽ കൊണ്ടിടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങളെ കാര്യം കൊണ്ടല്ലേ? നിങ്ങളല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മരുമകളെ ഞാൻ പീഡിപ്പിച്ചു, അത് ശരി തന്നെയാണ്. എൻ്റെ മരുമകളെ നല്ലോണം കടുപ്പം കാട്ടിക്കണ്. എന്തൊക്കെ ചെയ്തു പറ? ഞാൻ എൻ്റെ മരുമകളെ നട്ടുച്ച വെയിലത്ത് ഇറക്കി പറഞ്ഞേച്ചിക്കണ് തൊടുക്ക്. എന്തിന്? വിറക് പെറുക്കാനേ. എൻ്റെ മരുമകൾ ഒരിക്കലും വീട്ടിൽ നിന്ന് പെരയുന്ന വിറകെടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. ഗ്യാസമ്മ കത്തിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. എല്ലാം അവൾ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഞാൻ ഒരു ചായ വരെ വെക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇത്രയ്ക്കും വലിയ കോടീശ്വരന്മാരായ നിങ്ങൾ അല്ലേ? അതിനേക്കാളും എത്രയോ നല്ലത് പാവപ്പെട്ടവർ തന്നെയാണ്. അവർ അന്തസ്സിൽ ജീവിക്കും. നിങ്ങളെപ്പോലെ ഇതിങ്ങനെ പിഷ്കിച്ച് വെക്കുകയില്ല. എന്നിട്ട് മരുമകളുടെ ആഭരണങ്ങൾ അത് ഞാൻ എടുത്തതൊക്കെ ശരി തന്നെയാണ്. എടുത്തിട്ട് ഞാൻ വിറക് വരിയിൽ വെച്ചിരുന്നു ബാഗിൽ. എന്നിട്ട് ബാഗിൽ വെച്ചപ്പോൾ അത് പോലീസ് പറയട്ടെ ഇങ്ങോട്ട് പോരട്ടെ പോലീസുകാർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണിത് വെണ്ണൂറിൻ്റെ കുയ്യിൽ കുഴിച്ചിട്ടത്. എന്നിട്ട് വെണ്ണൂറിൻ്റെ കുയ്യിൽ നിന്ന് ഞാൻ എടുത്തു തന്നില്ല. നിങ്ങൾക്ക് എടുത്തു തന്നു, പക്ഷെ മുക്കുപണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് റഷീദ പറയേണ്ടത്. അതെങ്ങോട്ട് മാറ്റി വനിതാ പോലീസുമാർ തിരിഞ്ഞും മറിഞ്ഞും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നല്ല തല്ലോടുകൂടി.
നിങ്ങൾ എന്തിനാ എന്നെ എങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഇടങ്ങാറാക്കല്ല, ഞാൻ മരിച്ച നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാല്ല. പ്രതി ലോക്കപ്പിൽ മരിച്ചു, അല്ലെങ്കിൽ പ്രതി തല തല്ലി മരിച്ചു, അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ എഴുതി ചേർക്കും. എന്താ അതെ, ഒരിക്കലും കള്ളവും പ്രോത്സാഹിപ്പിക്കാനല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് യൂണിഫോം ഇട്ട്. എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുവാനാണ്. ഒരിക്കലും ഒരാൾക്കും ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തോന്നരുത്, മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് രക്ഷപ്പെടാൻ ഞാൻ പറയുന്നില്ല, അതിനുള്ള ശിക്ഷ വാങ്ങിത്തരും. എന്തൊക്കെ തന്നെ ജയിലിൽ കിടക്കൽ അത്യാവശ്യമായിരിക്കും. അതിനു മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ശരിയായാൽ ഓക്കെ ആണെങ്കിൽ മാത്രം അതുവരെ ഞങ്ങൾ ഇടികൊണ്ടേ മതിയാവും. എന്തേ ആണുങ്ങൾ തല്ലിയിട്ട് ഇത്ര വേദനിച്ചിട്ടില്ല നിങ്ങൾ? ഈ പെണ്ണുങ്ങൾ തല്ലാണ് ഭയങ്കര വേദന. എന്താ നീ ചെയ്ത് തെറ്റോ? സ്വന്തം കുടുംബത്തിനോട്, സ്വന്തം മകനോട്, സ്വന്തം ഭർത്താവിനോട്, സ്വന്തം മരുമകളോട്, പേരക്കുട്ടികളോട് മൊത്തത്തിൽ നീ വെറും ഒരു ക്രിമിനലായി അവരുടെ ഇടയിൽ വാഴുകയായിരുന്നല്ലോ അല്ലേ? തൽക്കാലം അത് നൈസായിട്ട് അതങ്ങ് ഇല്ലാതാക്കി തരണമെങ്കിൽ നല്ല തനി അടി അങ്ങോട്ട് നാടൻ അടി കിട്ടണം. അപ്പം അങ്ങനെ വായിൽ നിന്ന് താനെ അങ്ങനെ പുറത്ത് വരും നീ ചെയ്ത ഓരോ തെറ്റുകളും. റഷീദ, ഇനി നിനക്ക് ചെയ്യാൻ കൊതിയുണ്ടോ? ഇല്ല, ഞാൻ നിനക്കൊന്നും വേണ്ട. പിന്നെ വീടും സ്ഥലമെല്ലാം നിൻ്റെ പേരിലല്ലേ? അതെങ്ങനെയാക്കി? ആ പ്രവാസിയായ ഭർത്താവ് അയാൾ തിരിച്ച് പോകാൻ കാരണം നീ ചോദിച്ചപ്പോൾ ക്യാഷ് നീ കൊടുത്തോ? ഇല്ല, ക്യാഷ് നിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ? ക്യാഷൊക്കെ ഉണ്ട്, ഭർത്താവ് അത്രയെങ്കിലും ഗൾഫിൽ പോയി പിന്നെയും പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത്. ഓഹോ, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഗോൾഡ് എടുത്തതിന് നഷ്ടപരിഹാരത്തുക അത് അദ്ദേഹം എവിടെ നിന്നോ കടം വാങ്ങി അത് വീട്ടിൽ കൊടുത്തു. എന്നിട്ട് നിനക്ക് ഇപ്പോഴും ഒരു മനസ്സാക്ഷി ഇല്ലാത്തൊരു സ്ത്രീ മുസ്ലിംസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. റഷീദ, നിന്നെയൊക്കെ തല്ലുന്ന പകരേ വേറെ എവിടെയെങ്കിലും പോയി തല്ലിയാലേ അതിൻ്റെ കൂലെങ്കിലും കിട്ടും. അല്ലാതെ നിൻ്റെ മുഖത്തും ചുണ്ടിനും അടിച്ചിട്ടും നിനക്ക് യാതൊരു കൂസലും തിരക്കുമില്ലല്ലോ. നീ എന്തൊരു ജന്മമായിപ്പോയി ഇത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ തല്ലി കൊന്നോളി, എന്ത് വേണേ ചെയ്തോളി. ഞാൻ പറഞ്ഞല്ലോ, സ്വർണം ഞാനത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അതെന്ത് എനിക്കറിയുന്നില്ല. നിങ്ങളത് സത്യം. നിങ്ങൾ വേണ്ട, കളവ് പറഞ്ഞത് മതി, നിർത്തണം. എൻ്റെ മോനൊന്നും നിങ്ങൾ വിളിച്ചു തന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഓൻ പറയും. മോന് അല്ലെങ്കിൽ മോളെ വിളിച്ചെന്ന്. മോളെവിടെ? മോള് പോയിട്ടുണ്ടാവും, വിദേശത്താണ്. എല്ലാവരും വിദേശത്ത്, നീ മാത്രം ഇവിടെ. എല്ലാവരും ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞയച്ചു. നിനക്ക് വീട്ടിലൊരാളുണ്ടല്ലോ, ഷാഹിൻ എന്ന് പേരുള്ളല്ലേ? അവളെ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ. അവൾ കുറച്ച് പറയട്ടെ. ഓളൊന്നും വിളിപ്പിക്കണ്ട. അതെന്തേ? അതൊന്നും വേണ്ട. ആഹാ, അവൾ സത്യങ്ങളൊക്കെ പറയുമായിരിക്കും അല്ലേ? ഓളെ വിളിപ്പിക്കണ്ട, വേണ്ട. എന്താ? വിളിപ്പിക്കും, നിൻ്റെ മുമ്പിലേക്ക് വിളിപ്പിക്കും. നോക്കട്ടെ. പെട്ടെന്നതാ ഫോൺ എടുത്തുകൊണ്ട് അവളുടെ നമ്പർ ചോദിച്ചറിയുന്നു. അതെനിക്കറിയില്ല, എനിക്കറിയില്ല അവളുടെ നമ്പറൊന്നും. റഷീദ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.